കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. സ്വാഗതം, ഇത് കനൽ വഴികളിൽ. പലർക്കും പലതിനും തീരെ സമയം പോരാ. എന്നാൽ സമയമുള്ളവരാകട്ടെ നിഷ്ക്രിയരായി തുടരാനും ഇടയുണ്ട്. ഇതിനിടയിൽ ചിലർ സമയത്തെ നോക്കി പുഞ്ചിരിക്കുന്നു. കാരണം അവർക്കറിയാം സമയത്തിന്റെ യഥാർത്ഥ വില. നമ്മൾ പോകുന്നു തൃശൂർ ജില്ലയിലേക്ക്. ഉയർത്തുന്നു ഞങ്ങൾ തൻ ഹൃത്തടവും അലിവോടെ നാഥാ സ്വീകരിക്കൂ. തിരുമുൽ കാഴ്ചയായി കൈക്കൊള്ളണേ. സ്നേഹപൂർവം നൽകുന്നു നാഥാ സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സ്നേഹപൂർവം നൽകുന്നു നാഥാ സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. പെരിങ്ങോട്ടുകര ആരാധനാലയങ്ങളാൽ പവിത്രമായ മണ്ണ്. ആ മണ്ണിലേക്ക് വീഴുന്ന മഴത്തുള്ളിയും വെയിൽ ചിന്തും നോക്കി ഒരാൾ. ഋഷിക. ഹലോ ഋഷിക. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, നല്ല വിശേഷം. ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന പാട്ടുകാരിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എനിക്ക് വേണ്ടി എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി തരും? തീർച്ചയായും. ഇതെന്റെ അച്ഛൻ. അച്ഛന്റെ പേരെന്താ വെച്ചാ? വത്സൻ. ഇതെന്റെ അമ്മ. അമ്മയുടെ പേര് നിർമ്മല. ഇത് ലീലമ്മ. ഞാൻ ലീലമ്മ എന്ന് പറയും. അത് ചിഞ്ചു എന്ന് വിളിക്കുന്ന സയന. ചേട്ടന്റെ വൈഫ്. ചേട്ടന്റെ വൈഫ്. ഇതാരെ കുഞ്ഞു കുസൃതി? എന്റെ ചേട്ടന്റെ മോനാണ്. പേര് അദ്വിൻ ദേവാനന്ദ്. വലിയ പേരാണല്ലോ. ഋഷികയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് തുടരാം. ആറ്റിടമ്പിലെ കൊമ്പിലെ തത്തമ്മി കളി തത്തമ്മി ഇല്ല കഥ ചൊല്ലാതിടി ഓളവാലി. വേണ്ടാത്തത് മിണ്ടാതിടി കൂട്ടുകാരി. കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻ കടിക്കിലെ തുള്ളിപ്പോ തുള്ളാതിടി തുളുമ്പാതിടി തമ്പുരാട്ടി. കൊഞ്ചാതിടി കുണുങ്ങാതിടി കുറുമ്പുകാരി. നെഞ്ചിലൊരു കുഞ്ഞിഴത്തുമ്പി പെണ്ണോ തുളന്നു. ചെള്ളച്ചെറു ചിങ്കിളിപ്പൂവായി താളം തുള്ളുന്നു. ആറ്റിടമ്പിലെ കൊമ്പിലെ തത്തമ്മി കളിത്തത്തമ്മി ഇല്ല കഥ ചൊല്ലാതിടിയോളവാളി. വേണ്ടാത്തത് മിണ്ടാതിടി കൂട്ടുകാരി. ഈ അടുത്ത് എന്തൊക്കെ നേട്ടങ്ങളാണ് ഋഷിക തന്റെ ജീവിതം കൊണ്ട് നേടിയെടുത്തതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ തന്റെ കഴിഞ്ഞ കാലത്തേക്ക് ഒരു നിമിഷമെങ്കിലും ഋഷിക പോകും. കാരണം നടന്ന് ശീലിച്ച കുട്ടി നടക്കാനാവാതെ തളർച്ചയോട് പോരാടുമ്പോൾ നേടിയെടുത്തതെല്ലാം വിധിക്കെതിരെയുള്ള സമ്മാനങ്ങളാണ്. സത്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്ന ആ ഒരിപ്പായപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു ചിന്തയിലായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ എല്ലാം നേടിയെടുക്കാം എന്നുള്ളൊരു വിശ്വാസത്തോടെ ഒരുപാട് മുന്നിലേക്ക് വരായിരുന്നു പിന്നീട് ഉണ്ടായത്. അതിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. പാട്ടായിരുന്നു, ട്യൂഷൻ എടുക്കൽ, അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിരുന്നു. ആദ്യം തന്നെ തുടങ്ങിയത് ഞാൻ ട്യൂഷൻ എടുക്കലിൽ നിന്നായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 കഴിഞ്ഞ് +2 മുഴുവിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ആ സമയത്ത് തന്നെ ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. അതായത് ഇപ്പോൾ നിർത്താതെ ഒരു 10-12 വർഷമായിട്ടുണ്ടായിരിക്കണം ഞാൻ ട്യൂഷൻ എടുക്കുന്നു. ഈ 12 വർഷത്തിൽ ആദ്യം തുടങ്ങിയത് ചെറിയ ക്ലാസ് എടുക്കായിരുന്നു. LKG UKG തുടങ്ങി. ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ട്യൂഷൻ എടുക്കുന്നുണ്ട്.
അത് കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ പൂക്കൾ ഉണ്ടാക്കാം, അതൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് പാട്ട് പഠിക്കാം, ഒന്നും കൂടെ അതിലേക്ക് വിപുലീകരിച്ച് പോകാമെന്ന് ഞാൻ വിചാരിക്കും. നേരത്തെ പഠിച്ചിരുന്ന കുറച്ചാൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അതിന് ശേഷം വീണ്ടും, അതായത് സ്മ്യൂളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പുതിയ ആപ്പാണ് സ്മ്യൂള്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയാണ്, നീ ഇങ്ങനെ കൂടുതൽ നേരം ഇരിക്കുമ്പോൾ നിനക്കും കൂടി ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാടുന്നതിൽ നിനക്ക് ഒന്നും കൂടെ കൂടുതലായിട്ട് പാടി പഠിക്കാൻ സാധിക്കും, നല്ലതാണ്, കുറച്ചും കൂടെ ഒരു നന്നായി പാടാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ വിഷ്ണു എന്നാണ് കൂട്ടുകാരൻ്റെ പേര്, അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ ആപ്പ് എടുക്കുന്നതും അതിലൂടെയാണ് കൂടുതൽ പാട്ട് പഠിക്കാൻ വീണ്ടും തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ ഇരിക്കുകയാണ് ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ച് തുടങ്ങി. അങ്ങനെയാണ് ഗുഡ്നെസ് ചാനലിൽ എനിക്കൊരു വലിയ അവസരം കിട്ടിയത്. ഓണം സെലിബ്രേഷൻ്റെ ചാനലിൽ, അതായത് ഗുഡ്നെസ് ചാനലിൽ ഓണം സെലിബ്രേഷനിൽ എനിക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു. വലിയൊരു ഓഫറായിരുന്നു എനിക്ക് കിട്ടിയത് ചാനലിൽ. അതിലെനിക്ക് നന്നായി പാടാൻ സാധിച്ചു. അവിടെ നിന്നായിരുന്നു പിന്നീടുള്ള ഓരോ കയറ്റങ്ങൾ എനിക്ക് തുടങ്ങിയത്. പ്ലാവില പ്ലസ് ചാനലിൻ്റെ ആയിരുന്നു അത്. ബൂം ബീറ്റ്സ് എന്നാണ് ഞങ്ങളുടെ ആ ട്രൂപ്പിൻ്റെ പേര്. ഞങ്ങളെപ്പോലെയുള്ള എല്ലാ എന്താ പറയുക കണ്ടു കാണാത്ത ആൾക്കാർ, വൈകല്യമുള്ളവർ, എല്ലാ തരത്തിലുള്ള വൈകല്യമുള്ളവരുണ്ട്, വീൽ ചെയറിലിരിക്കുന്നവർ, ഇപ്പം എന്നെ പോലുള്ളവർ, അവർക്ക് കിട്ടിയ വലിയൊരു ഓഫറായിരുന്നു അത്. അവിടെ വെച്ച് ഒരു പ്രശസ്ത ഗായകനെ തന്നെ പരിചയപ്പെടാൻ പറ്റി അല്ലേ? അതെ, നമ്മുടെ മാർക്കോസ് സാറാണ്. അദ്ദേഹത്തെ കാണാൻ പറ്റി. ഞങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞങ്ങൾക്കൊരു സെൽഫി എടുക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ഗാനം കേൾക്കാൻ സാധിച്ചു. ക്രാഫ്റ്റുകളോടൊക്കെ താല്പര്യം കാണിച്ചിരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് ടീച്ചറാണല്ലേ? അതെ, ഇവിടെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്, ഞങ്ങളുടെ പെരിങ്ങോട്ട് സ്കൂൾ എന്നാണ് എല്ലാവരും പറയുക. GSS എന്നാണ് സ്കൂളിൻ്റെ പേര്. അവിടെയാണ് പഠിപ്പിക്കാനായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഒരു 1.5 മാസം ആയിട്ടുള്ളൂ. കുട്ടികളുടെ അടുത്ത് പോയി അവിടെ ക്രാഫ്റ്റ് വർക്ക്, അതായത് പൂക്കൾ ഉണ്ടാക്കുക, ഇപ്പം പേപ്പർ നിർമ്മാണം തുടങ്ങണമെന്നുണ്ട്, തുടങ്ങിയിട്ടില്ല. ചെറിയ കുട്ടികളായ കാരണം കൊണ്ട് പതുക്കെ പതുക്കെ പഠിക്കുന്നുള്ളൂ അവർ. അപ്പോൾ അവരെങ്ങനെ പഠിപ്പിച്ചു പോകുന്നു. ഋഷികയ്ക്ക് മൊബിലിറ്റി പ്രശ്നമുണ്ടെന്നറിയാം, അതുകൊണ്ട് തന്നെ ഒരു സംശയം മനസ്സിൽ ഉടലെടുക്കുകയാണ്. എങ്ങനെയാണ് യാത്രകളൊക്കെ സ്കൂളിലേക്ക്? ഞാൻ ഇവിടുന്ന് വീൽ ചെയറിൽ തന്നെയാണ് പോകുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ടാണ് ഞാൻ പോവുക. എത്ര വെയിലുണ്ടെങ്കിലും മഴയുണ്ടെങ്കിലും ഞാൻ ഈ വീൽ ചെയറിൽ തന്നെയാണ് പോകുന്നത്. പറഞ്ഞാൽ കുറച്ച് പോകാനുള്ള ദൂരമേ ഉള്ളൂ. വീൽ ചെയറിൽ തന്നെ അച്ഛൻ്റെ കൂടെ, അച്ഛൻ ഈ വീൽ ചെയറിൽ തന്നെ കൊണ്ടുപോകും. അവിടെ എത്തുമ്പോഴേക്കും കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും ഹെൽപ്പിന്. റാമ്പ് ഉണ്ട്, എന്നാലും കയറാൻ കുറച്ചൊരു ഉയരം കൂടുതലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നെ കാണുമ്പോഴേക്കും അവർ ഓടി വരും. അതെ, ടീച്ചർ വന്നു എന്നുണ്ട്. ഇവിടെ ട്യൂഷൻ തന്നെ കുട്ടികൾ തന്നെ അവിടെ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട്. അവിടെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരെന്നെ ചിലരുടെ ചേച്ചിന്ന് വിളിച്ചു തരും, ചില ടീച്ചറിന്ന് വിളിച്ചു തരും. രസമാണ്, അവിടെ പോയി കുട്ടികളുടെ ഒപ്പം പഠിപ്പിക്കും. ഓണത്തിന് അന്ന് പ്രോഗ്രാമിന് ചാനലിൽ പാടിയ പാട്ട് ഏതാന്ന് ഓർക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായും ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി. ശ്യാമ സുന്ദര കേരകേദാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി, ഇത് ശ്യാമ സുന്ദര കേരകേദാര ഭൂമി. മാനവർക്കു സമത നൽകിയ മാവേലി തൻ ഭൂമി, മധുരമഹിത ലളിത കലകൾ വിരിച്ചിടും വാടി, ശ്യാമസുന്ദര കിഴക്കേദാര ഭൂമി. ജനറ്റിക് ഡിസോർഡർ, മസ്കുലർ ഡിസ്ട്രോഫി. എന്താണ് ഋഷികയുടെ കുഴപ്പത്തിനുള്ള കാരണമെന്ന് വളരെ നിസ്സാരമായി, ഒരുപക്ഷെ ലാഘവത്തോടെ പറയാവുന്ന രോഗനിർണയം ഇവയെല്ലാമാണ്. ചെറുപ്പം മുതലേ നടന്ന് ശീലിച്ച കുട്ടി, വീണ്ടെടുത്ത് നിന്ന് എഴുന്നേറ്റ് നടക്കുമായിരുന്ന കുട്ടി 9 വയസ്സായിരുന്നു വീണ്ടും വീഴാൻ തുടങ്ങിയെടുത്തു നിന്നാണ് ആശങ്കകൾ വീണ്ടും ആരംഭിക്കുന്നത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ചികിത്സകളും തീരാത്ത പ്രാർത്ഥനകളുമായി മുന്നോട്ട്. 1992 ജൂൺ 26-നാണ് ജനിച്ചത്. ജനിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു. പതിവ് പോലെ തന്നെ എല്ലാം ചെയ്തു തുടങ്ങാനും നടന്നു തുടങ്ങാനും ഒരു കുഴപ്പമില്ലാണ്ട് സ്കൂളിൽ പോകാനും എല്ലാതും കഴിഞ്ഞ് 4 വയസ്സ് വെക്കേഷൻ ടൈമിൽ മുന്നായിട്ടാണ് വീഴ്ച തുടങ്ങാൻ ഇത് ഞങ്ങൾ കണ്ടു തുടങ്ങിയത്. 4 പഠിക്കുന്ന സമയത്ത് 9 വയസ്സിൽ. അപ്പോൾ ഞങ്ങൾ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പെട്ടെന്ന് കാണിക്കാറുള്ള ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, മസിൽ ഇങ്ങനെ പെയിൻ ആയിരിക്കും, എന്തെങ്കിലും പുരട്ടിയാൽ മതി. പിന്നെ ഞങ്ങൾ ആ ഡോക്ടറെ അടുത്ത് തന്നെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു തിരൂര് ഒരു ഡോക്ടർ ഉണ്ട്, അവിടെ കൊണ്ടുപോയി നിങ്ങൾ കാണിച്ചു നോക്ക്, മുളകുന്താവ് ഹോസ്പിറ്റലിലെ
കുട്ടികളുടെ ഡോക്ടറാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ കണ്ട വശം പറഞ്ഞു ഋഷിയുടെ അസുഖം ഇന്നതാന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരുണ്ടായി, ഇന്ന അസുഖാന്ന് പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ കണ്ട വശം പറഞ്ഞു ഋഷിക്ക് ഇത് മസ്കുലർ ഡിസ്ട്രോഫിന് അസുഖം, ഇതേപോലെ വരുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ വിഷമിക്കണ്ട, ഇന്ന സ്ഥലത്ത് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് ബാംഗ്ലൂർ കൊണ്ടുപോയി നിംഹാൻസിൽ കാണിച്ചു കഴിഞ്ഞാൽ മരുന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങള് ബാംഗ്ലൂർ നിംഹാൻസിലേക്ക് പോകാൻ തുടങ്ങി. അവിടെ ചെന്ന് ഡോക്ടറെയൊക്കെ കാണാനും മരുന്ന് കിട്ടാനും തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ അസുഖം മാറുന്നായിരുന്നു, അവിടെ ചെന്നാൽ മാറുന്നു. അപ്പൊ അവര് തരുന്നതൊക്കെ ആയുർവേദ മരുന്നായിരുന്നു, വേറെ ഇതിനും മരുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് കൊണ്ടുവന്ന് ആയുർവേദ മരുന്ന് കൊടുക്കാനും ചികിത്സിക്കാനും തുടങ്ങി. ഒരു 5-6 തവണ ഞങ്ങൾ ബാംഗ്ലൂർ പോയാലും മരുന്ന് കൊടുക്കലൊക്കെ തുടങ്ങിയപ്പോൾ വീഴ്ചയ്ക്ക് കുറവൊന്നല്ല കാണുന്നത്, ഒരേ ഘട്ടങ്ങളായി മാറ്റങ്ങളായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷീണിച്ച അവസ്ഥ ഒരു തരി ഉണ്ടായിരുന്നത് ഈ ആയുർവേദ മരുന്നുകൾ ചെല്ലാൻ തുടങ്ങിയപ്പോൾ ശരീരത്തിന്റെ ക്ഷീണം തീർന്ന് ശരീരം തടി വയ്ക്കാൻ തുടങ്ങി. അപ്പോഴും അസുഖം മാറേണ്ടതല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്കിലും ഞങ്ങൾ മരുന്ന് കുറെ നാളുകൾ ചെയ്തു. മരുന്നുകൾ ചെയ്യുന്നതിനനുസരിച്ച് ശരീരം കൂടാന്നല്ലാണ്ട് കുട്ടിക്ക് അസുഖം മാറലുണ്ടായില്ല. വർഷങ്ങൾക്ക് ശേഷം മാറ്റങ്ങളായി തുടങ്ങി. പിന്നെ വീഴ്ചയിൽ നിന്ന് എണീറ്റിരുന്ന കുട്ടി വീഴുമ്പോൾ പിന്നെ എണീക്കാൻ പറ്റാത്ത അവസ്ഥയായി തുടങ്ങി. ഇരുന്നോടത്തുനിന്ന് എണീറ്റിരുന്ന കുട്ടിക്ക് ഇരുന്നോടത്തുനിന്ന് എണീക്കാൻ പറ്റാണ്ടായി തുടങ്ങി. പിന്നെ ഇതിന് എക്സസൈസ് ചെയ്താൽ നല്ലതാവെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ മദറിൽ ഞങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിരുന്നു. ബസ്സിനൊക്കെ ഞാൻ കൊണ്ടുപോയിരുന്നത് എടുത്ത് കാറ്റിൽ ഇറങ്ങലും ബസ്സിൽ കയറുമ്പോൾ വീഴലും കുറെ സംഭവങ്ങൾ കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനൊന്നും മാറ്റത്തിലേക്കുള്ള അവസ്ഥകളല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ആസ്പത്രിയിൽ പോയി എക്സസൈസ് ചെയ്യലും പരിപാടിയൊക്കെ നിർത്താൻ തുടങ്ങി. ഇവിടെ 2 കുട്ടികളാണല്ലേ ഋഷികയും? 2 മക്കളാണ് എനിക്ക്. മൂത്തത് മകൻ, അതിന് താഴെ മകള്. 4.5 വയസ്സിന് വ്യത്യാസമുണ്ട് ഇവർ രണ്ടാളും തമ്മിൽ. എങ്ങനെയായിരുന്നു ഇവരുടെ കുട്ടിക്കാലമൊക്കെ? കുട്ടിക്കാലൊക്കെ സാധാരണ കളിച്ചും വളർന്നും തല്ലുകൂടിയും ഒക്കെ നടന്നിരുന്ന പ്രായമൊക്കെ തന്നെയായിരുന്നു. ചേട്ടനായിട്ട് നന്നായി തല്ലുകൂടിയും ഓടിക്കളിച്ചും വീണും അവിടെ നിന്ന് എണീറ്റും 4.5 വയസ്സ് വരെ. ചെറുപ്പത്തിലുള്ള 5ാം ക്ലാസ് 4ൽ പഠിക്കുന്ന സമയം വരെ അവര് 4-5 വയസ്സിന്റെ മാറ്റം കണ്ടെങ്കിലും കുട്ടിക്കാലം തല്ലൂടാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതുപോലത്തെ വളർച്ച തന്നെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവള് വീഴാൻ തുടങ്ങിയ അവസ്ഥകളിൽ അവൻ താങ്ങി പിടിച്ച് തല്ലൂടും, അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട്. അതുപോലെ തല്ലൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും കുറവ് ഇതുവരെ ഇല്ല. ഋഷികയുടെ സ്കൂളിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? നഴ്സറിയില് 1, 2, 3, 4 വരെ കോൺവെന്റിൽ പഠിച്ചു. അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സ്കൂളിൽ പോയി വരും. ചെറുതായിട്ടൊക്കെ ചിലപ്പോൾ സ്റ്റെപ്പ് കയറിയപ്പോൾ വീണു എന്ന് പറഞ്ഞു വന്നാലും കാര്യാക്കാറൊന്നുമില്ല. അത് ശ്രദ്ധിക്കാതെ ഓടിയിട്ട് വീണതാവും. അല്ലാമ്മ എൻ്റെ കാല് പൊട്ടി, അത് ശ്രദ്ധിക്കാണ്ടാണ്. നമ്മൾ കുറുമ്പ് ചെയ്ത പോലെ ഞാൻ 2 കൊടുക്കും അടിച്ചു കാല് പൊട്ടിയൊക്കെ വരുമ്പോ. അത് കഴിഞ്ഞ് പിന്നെ 4-ലായപ്പോഴേക്കും ഇത് വീഴ്ച കൂടുതലായി തുടങ്ങിയപ്പോ 4 പരീക്ഷ ആയപ്പോഴേക്കും ഈ ഡോക്ടറെ അടുത്ത് പോകും സംഭവമൊക്കെ തുടങ്ങിയത്. വീണ്ടും അവിടെ തന്നെ 5-ലാക്കിയപ്പോ ക്ലാസ് റൂമൊക്കെ മുകളിലായിരുന്നു, മുകളിൽ കയറിയണം. അപ്പൊ മുകളിൽ നിന്ന് നേരെ ആള് താഴേക്ക് എത്തും. അതേപോലത്തെ ലെവലില് സിസ്റ്റർമാരെ ഒന്നും വിളിക്കാനും ഞാൻ ചെല്ലാനും തല പൊട്ടാനും ഓരോ കേസിന് സമയമുള്ളൂ. കുട്ടികളൊപ്പം കയറും, കുട്ടികള് കയറേണ്ടവര് കയറി പോവും, ആള് താഴേക്ക് പോരും, ഉരുണ്ട് പോരും. കയറാൻ പറ്റണില്ല. കോമഡി ആണെങ്കിൽ നല്ല വേദന എടുത്തിട്ടുണ്ടാവുമല്ലേ? കൊറേ വേദനയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിത് അസുഖം എന്താണെന്നൊന്നും അറിയാണ്ട് ഞാൻ കൊറേ അടിച്ചിട്ടുണ്ട്. ഇമ്മക്ക് കുട്ടികൾ വീഴുമ്പോ ഇത് ഇങ്ങനത്തെ ഒരു അസുഖമെന്നല്ല മനസ്സിലേ, ശ്രദ്ധിക്കാണ്ടെന്നല്ല അമ്മമാര് പറയുള്ളൂ. പിന്നെ അതോർത്തൊക്കെ ഞാൻ ഇപ്പൊ വിഷമിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു വെച്ചാ 4ാം ക്ലാസ് മുതലുള്ള ഒരു ഋഷിക? 4ാം ക്ലാസ് എന്ന് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഇവളുടെ ഓരോ കാര്യങ്ങൾ മൂവ്മെന്റ് കാര്യങ്ങളാണ് ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. വീഴ്ച വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങില്ല ആദ്യം. പിന്നെ മൂപ്പര് വീഴാന്ന് പറയണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പിന്നാക്കോ അല്ല സൈഡോ അല്ല അങ്ങനത്തെ രീതിയിലല്ല, നേരെ മുന്നാക്കാ വീഴുന്നത്. അപ്പൊ ഒരു പ്രതീക്ഷയില്ലാത്ത മരുന്ന് എന്താണ് എവിടെയെങ്കിലും പിടിക്കാനൊന്നിനും പറ്റാത്തൊരു സന്ദർഭങ്ങൾ വരുമ്പോ വീണ് പോകുന്നു, പിടിക്കാനും പറ്റണില്ല. അങ്ങനെയൊക്കെ ആയപ്പോ ഞങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി എന്താണ് ഇതിന്റെ പ്രശ്നം, എങ്ങനെയാ വരുന്നത് എന്നുള്ളത്. അവിടെ നിന്ന് പിന്നെ ഇവൾക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹമാണ് കൂടുതലും. എന്ത് തന്നെ ആയാലും പഠിക്കണം, എന്ത് ബുദ്ധിമുട്ടായാലും പഠിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയാണ്. അതിൽ കൂടെ പാട്ട് പഠിക്കണം ആഗ്രഹങ്ങൾ വന്നു തുടങ്ങി, പിന്നെ ഡാൻസിന് പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നു തുടങ്ങി. ഇത് ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വീണ്ടും ഈ ഒരു കാര്യങ്ങൾക്ക് ഉത്സാഹം തോന്നാന്ന് പറയുമ്പോൾ അത് നമുക്കൊന്നും താങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. ആ ആഗ്രഹങ്ങളാണ് ഒരുപക്ഷെ ഇതുവരെ ഋഷികയെ എത്തിച്ചു നിർത്തിയിരിക്കുന്നത്. മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കണ്ടീഷനുകൾ ഞങ്ങളും അതിനോട് ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
വീട്ടിൽ നിന്ന് നേരെ ഓട്ടോറിക്ഷ വരും, ഓട്ടോറിക്ഷയിൽ പിടിച്ച് ഇരുത്തി ഓട്ടോറിക്ഷയിൽ ഇരുത്തും. അവിടെ നിന്ന് നേരെ നമ്മുടെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചെക്കനാണ്, എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടെന്നും പറയാം അങ്ങനെ. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരെ സ്കൂളിലേക്ക് എടുത്ത് അവിടെ ഇരുത്തി വൈകിട്ട് പോരുമ്പോഴും അവൻ തന്നെ കൊണ്ടുവരും. ഇവിടെ വരുമ്പോൾ ഞാനെടുത്ത് നേരെ വീട്ടിലേക്ക് എടുത്തേക്കും. അത്രയ്ക്കും ഒരു അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഒരു അനിയൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു നമ്മുടെ ദോസ്ത് ഇവൾക്ക് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് വരെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു 10ലെ മാർക്കൊക്കെ? സൂപ്പറായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് അവിടുത്തെ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, അതായത് നിർമ്മല കോളേജിന്റെ പടിഞ്ഞാറക്കോട്ട തൃശ്ശൂരിലാണ്, അവിടുത്തെ സിസ്റ്ററാണ് ഇവളുടെ എക്സാമിനേഷനായിട്ട് വന്നിട്ടുണ്ടാണ്. അവർക്ക് അതിന് റിസൾട്ട് കിട്ടിയപ്പോൾ ഉടനടി ഇവളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ് റിസൾട്ട് വന്നിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടനടി പോരെ, എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറയുന്നത്. സ്വന്തം ആളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ മാതിരി അച്ഛൻ പറയുന്ന മാതിരിയാണ് അവർ എടുത്തുകൊണ്ട് പോകാന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നില്ലേ. അപ്പം അങ്ങനെ ഇപ്പോൾ ഇവളോട് ഞങ്ങൾ ചോദിച്ചു എന്താ വേണ്ടേ, അങ്ങനെ പഠിക്കാൻ തയ്യാറാണ്, പഠിക്കണം എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കാം. അങ്ങനെ ഞാനും അമ്മയും മകളും കൂടിയിട്ട് നേരെ നിർമ്മല കോളേജിലേക്ക് പോയി അവിടെ സിസ്റ്ററെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ പഠിപ്പിക്കുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേലക്കര എന്ന് പറഞ്ഞ സ്കൂളിലാണ്, വടക്കഞ്ചേരി, അവിടെയാണ്. അപ്പോൾ ഇവള് അങ്ങനെ അവിടെ നിന്ന് 3-4 കൂട്ടുകാരായിട്ട് അവർ അവിടെ തന്നെ ഒരു സെറ്റപ്പായി. അവർക്ക് കൂടി സഹായിച്ചു കൊടുത്ത് അവിടെ നിന്ന് +2 അങ്ങോട്ട് തയ്ക്കാൻ പറ്റിയില്ല. അത്രയും അവിടെ നിന്ന് പഠിക്കാന്നുള്ള കണ്ടീഷനൊക്കെ ആയിട്ട്. അപ്പോൾ +2 തയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ പ്രശ്നം, പിന്നെ ഓരോ ദിവസം ചെല്ലുന്നോറും മാറ്റങ്ങൾ വരിക കുട്ടിക്ക്. അപ്പം അങ്ങനെ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളുണ്ട്, എന്താ വേണ്ടേ എന്നിട്ട് പറഞ്ഞു. കുഴപ്പമില്ല എന്നാൽ പിന്നെ ഞങ്ങൾ അന്ന് പക്ഷെ വീൽ ചെയറിലായിരുന്നു. അന്ന് വീൽ ചെയറിലില്ല, അന്ന് നടക്കും, പിടിച്ചു നിർത്തിയാൽ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ നടക്കും. നടന്ന ഒരു സ്റ്റെപ്പ് വെച്ച് നടന്ന് അപ്പോഴും ഒരാൾ എരിയത്ത് വേണം കേട്ടോ, പെട്ടെന്ന് പോവും. അപ്പം അത് പിടിക്കാനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പിൽ ഒരാൾ വേണം. അപ്പം അതിനമ്മയുണ്ടാവും. അപ്പം അങ്ങനെയായി വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് പഠിക്കലായി. പിന്നെ എനിക്ക് തോന്നുന്നു ട്രീറ്റ്മെന്റും മുഴുവിപ്പിക്കാൻ സാധിച്ചില്ല. മരുന്ന് കൊടുത്താൽ അസുഖം മാറണതല്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് ചെല്ലണ അടുത്ത് ഏത് ഡോക്ടറായാലും പറയും ഈ അസുഖത്തിന് മരുന്നില്ല എന്ന്. അപ്പോൾ വർഷങ്ങൾക്കനുസരിച്ച് മസിൽ ക്ഷയിച്ച് വരാന്നല്ലാണ്ട് മരുന്ന് കൊടുത്ത് മാറണ ഒരു അസുഖമല്ലാന്ന് ഏത് ഡോക്ടറും പറയായിരുന്നു. ഇപ്പൊ എങ്ങനെ ഫിസിയോതെറാപ്പിയാണ് എക്സസൈസ് ചെയ്യാൻ ഡോക്ടർ വരിക, അത് തുടർന്ന് കൊണ്ടുപോകാനായാലും വീട്ടിൽ വരുമ്പോഴത്തെ സാമ്പത്തികം വെച്ച് ഇടയ്ക്ക് വെച്ച് നിർത്താം, ഡോക്ടറെ അടുത്ത് പോയി ചെയ്യാനായാലും തുടർന്ന് ചെയ്യുമ്പോൾ പിന്നെ ആൾക്കാണെങ്കിൽ എക്സസൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കാണുമ്പോഴേക്കും കരഞ്ഞു തുടങ്ങും. കൈയും കാലും പൊക്ക, അവര് പറയുന്ന എക്സസൈസ് മുഴുവൻ അന്നെ ഇതിലും ഭേദം അമ്മ എന്നെ കൊന്നു കളഞ്ഞാന്ന് പറയും എന്നോട്. അതാളെന്നെ പറയും. അപ്പൊ ഞങ്ങള് പറയും എന്ത് തന്നെയാലും എക്സസൈസ് ചെയ്യാണ്ട് പറ്റില്ല എന്നുള്ളത്. അതിങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇപ്പൊ ഡോക്ടർ വരുന്നുണ്ട്, 2 ഡോക്ടറായിട്ട് ഇങ്ങനെ ആഴ്ചയിൽ മാറി വരുന്നുണ്ട്. Mrs. Baby KL, Headmistress GHS LPS Peringotukara and Mrs. Ajita TS, BPC. നിരവധി പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നാണ് ഋഷികയെ പോലൊരു കുട്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താണ് ശരിക്കും ഋഷികയുടെ ഇവിടുത്തെ റോൾ? ഋഷിക വന്നപ്പോൾ ഋഷികയ്ക്ക് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ ഫാബ്രിക് പെയിൻറ്റിങ്ങിലും നല്ല പ്രാവീണ്യം ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ അത് കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ആകെയുള്ള കുട്ടികളിൽ നിന്ന് ഈ പ്രത്യേക മേഖലയിൽ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി ഒരു ക്ലാസ് രൂപപ്പെടുത്തി ഞങ്ങൾ അത് 1 മണിക്കൂർ ഋഷികയ്ക്ക് നൽകുകയാണ് ചെയ്തത്. എങ്ങനെയാണ് ഋഷിക ഇങ്ങോട്ട് വരുന്നത്, എത്തിപ്പെടുന്നത്? അതെ, ഈ ടാലൻറ്റ് ലാബിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുട്ടികളെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടുള്ള ചിത്രത്തുന്നലുകളോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റോ എന്തെങ്കിലും കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഋഷിക ഒരു ദിവസം എന്നെ വിളിക്കാനായിട്ട് ഇടയായത്. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഋഷിക ശരിക്കും ഇപ്പോൾ കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഞങ്ങളുടെ ഒരു പ്രൈമറി സ്കൂളാണ്. അതുകൊണ്ട് തന്നെ 3-ാം ക്ലാസ്സിലെയും 4-ാം ക്ലാസ്സിലെയും അതോടൊപ്പം 1-ാം ക്ലാസ്സിലെയും 2-ാം ക്ലാസ്സിലെയും കുട്ടികളിൽ ഈ ഇതിൽ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി
തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഞങ്ങൾ. BRC എങ്ങനെയാണ് ഈ ഒരു അഡ്മിഷന്റെ കാര്യത്തിൽ ഇതിന് താങ്ങായിട്ട് നിൽക്കുന്നത്? സമഗ്ര ശിക്ഷ കേരളയുടെ BRC അന്തിക്കാടിലെ BPC ആണ് ഞാൻ. നമ്മളൊരു പ്രോജക്റ്റാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഇപ്പോൾ കേന്ദ്ര മാനവശേഷി വിഭവ മന്ത്രാലയത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒത്തുചേർന്ന ഒരു പ്രോജക്റ്റാണ് ഞങ്ങളുടേത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രോജക്റ്റ് ഇത്തരം വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് പരിമിതികളെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്ന പാഠത്തിനേക്കാൾ വലിയൊരു പാഠമാണ് ഋഷികയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ടാലൻറ്റ് ലാബ് എന്നൊരു പദം വിദ്യാലയത്തിലേക്ക് കടന്നു വന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ വിദ്യാലയങ്ങൾക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ടീച്ചർക്കും വളരെ അവിചാരിതമായിട്ടാണ് ഋഷികയുടെ ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പോൾ സമയത്തിനാണ് ഋഷിക എത്തിപ്പെട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഋഷികയെ അവർ വരവേറ്റു. മിസ്റ്റർ സത്യൻ, താനിയും ഗ്രാമപഞ്ചായത്ത് മെമ്പർ. സർ, ഋഷികയെ പോലുള്ള ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് വേണ്ടി ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് എന്തൊക്കെ സഹായമാണ് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്? നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ പഞ്ചായത്ത് മുഖേന ഈ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു പദ്ധതി ഉണ്ട്. അതിൽ മാസത്തിലൊരു ദിവസം ഇവിടെ വന്ന് ഇവരെ അവർ പരിചരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ അവർ നിർദ്ദേശിച്ച് അത് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെതായ പെൻഷൻ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമായിട്ട് മാസത്തിലൊരിക്കൽ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഒരു സഹായം ഇവർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാ മാസത്തിലും വന്നുകൊണ്ടിരിക്കുന്ന രാഗി, നിഷ എന്ന വ്യക്തികൾ ഈ ഋഷികയുടെ ആ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഇത് ചാനലുകാരായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ഈ കുട്ടിയെ പുറലോകം അറിയാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്തു. നീയോ കിളിപ്പേട് പെൺപാടും ആനന്ദ കോയിൽ പേട് ഏനോ ദൈവം സതി ചെയ്തത് പേടை போல விதி செய்தது கண்ணே கலைமானே கண்ணிமயிலென கண்டேனோ நானே ராடிராரு ഓരാരിരൂ രാരിരാരൂ ഓരാരിരൂ. തമ്പുരാൻ എന്താണ് കൽപ്പിച്ചിരിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഋഷികയും ആഗ്രഹിക്കുന്നു നാളെ ഇതാവരുതേ ജീവിതമെന്ന്. പല ആഗ്രഹങ്ങളും ഉണ്ട്, അതിലെത്തിച്ചേരാനുള്ള പ്രയത്നവും ഉണ്ട്. പക്ഷെ ഇനി വേണ്ടത് സഹായിക്കാൻ മനസ്സുള്ളവരുടെ സഹായങ്ങളാണ്. എന്താണ് ഇപ്പോഴത്തെ ശരിക്കുള്ള അവസ്ഥ ഋഷികയുടെ? അത് മാത്രമല്ല, ആരൊക്കെയാണ് സഹായിക്കാനുള്ളവർ? എന്താണ് ഭാവിയിലാകാനുള്ള മോഹം? ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അരയ്ക്ക് താഴെന്നല്ല മൊത്തമായും ചലിക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥയാണ്. എന്ന് വെച്ചാൽ കൈ കൊണ്ട് കുറച്ചൊക്കെ ചെയ്യാം, എന്നാലും കൈ മുകളിലേക്ക് പൊക്കാൻ പറ്റില്ല. കാലുകൊണ്ടായാൽ ഒന്നും അധികം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാത്തിനും ഒരാൾ സപ്പോർട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്. എൻ്റേതായ ഒരു നാച്ചുറൽ രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ പുറത്തേക്ക് പോകാനായിക്കോട്ടെ, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിക്കോട്ടെ, എല്ലാത്തിനും കൂടെ ഒരാൾ വേണം. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാലും അതിൽ സന്തോഷമായിരിക്കുക, ചിരിച്ചിരിക്കുക, എല്ലാവരും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. നമുക്ക് എത്ര ദുഃഖങ്ങളുണ്ടായെങ്കിലും നമ്മളത് പരമാവധി മറ്റുള്ളവരെ കാണിക്കാതെ ഹാപ്പി ആയിരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഏറ്റവും പോസിറ്റിവിറ്റി. ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു പേരിൽ നിൽക്കില്ല അത്. പിന്നെ ഹോസ്പിറ്റലിൽ പോകാനായാലും ആ ചികിത്സ, അതാണ് ഞാൻ പറഞ്ഞത്, ചികിത്സയ്ക്ക് തന്നെ ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ പോണ സമയത്ത് കൂട്ടുകാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ കൂട്ടുകാർ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഒരാളാണ് ആയിരിക്കുന്നത്, എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് സയന. ഒരുപാട് സഹായം എല്ലാ കൂട്ടുകാരിൽ നിന്നിട്ടുണ്ടായിട്ടുണ്ട്. 1 തൊട്ട് 10 വരെ ആയിക്കോട്ടെ, 10 തൊട്ട് +2 വരെ ആയിക്കോട്ടെ. കൂട്ടുകാരെ പേര് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനൊരു അവസാനം എല്ലാവരും ഒരുപോലെയാണ് എനിക്ക്. അതോടൊപ്പം തന്നെ അധ്യാപകർ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. എന്നെ
5 തൊട്ട് 10 വരെ പഠിക്കാൻ സഹായിച്ച എൻ്റെ ലോഹിതദർശൻ മാഷാണ്. ആ മാഷ് കാരണം കൊണ്ടാണ് എനിക്ക് താഴെ പഠിക്കാനായിട്ട് ക്ലാസ് ഒരുക്കി തന്നതും എല്ലാം ചെയ്തു തന്നതും. ആ മാഷ് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടീച്ചറായിരുന്നു ഗീത ടീച്ചർ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, എൻ്റെ ഭദ്ര എന്ന് പറയുന്ന ഫ്രണ്ടിൻ്റെ അമ്മയും കൂടിയാണ്. അമ്മ എന്നാണ് ഞാൻ വിളിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും സപ്പോർട്ടാണ്. മോളേന്ന് വിളിച്ച് എൻ്റെ കൂടെ വരുമ്പോൾ നോക്കുന്നുണ്ട് അമ്മ വിളിക്കാൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വന്നിട്ടുള്ള ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആ സമയത്ത്. അപ്പോൾ ഇന്ത്യന് ഓടി വരാ ഗീത ടീച്ചർ, ഗീതമ്മയാണ് ഇപ്പോഴും എൻ്റെ അരികിലേക്ക് ഓടി വരും. മോള് എന്ന് വിളിച്ചു വരുന്ന ആ വരവ് കണ്ടാൽ തന്നെ മനസ്സൊക്കെ നിറയും. എന്ത് പ്രയാസത്തിനും എന്തിനും കൂടെ നിൽക്കും. പിന്നെ അതുപോലെ തന്നെയാണ് എവിടെ പോകണം എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാലും എൻ്റെ കൂടെ കുട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനായിട്ട്, ശരിക്കുള്ള പേര് ഷീനു എന്നാണ്. ആളെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ വേദികളിലൊക്കെ എനിക്ക് പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോകണമെങ്കിലും കൂട്ടുകാർ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. ഭാവിയിലേക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ എന്തായിരിക്കും ഋഷിക അത്? ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് പറയാനുള്ളത് എനിക്ക് നല്ലൊരു ഗായികയാവണം. അതിൻ്റെ ഒരു തുടക്കമാണ് എനിക്ക് ബൂം ബീറ്റ്സ് എന്ന് പറഞ്ഞ ഗാനമേള ട്രൂപ്പിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ടീച്ചറാവാനാണ്. ഇപ്പോൾ ചെറുതായൊരു ടീച്ചർ എന്നുള്ളൊരു കാലെടുപ്പ് വെച്ചിരിക്കുകയാണ്, കുറച്ച് നാളുകളായുള്ള തുടങ്ങിയിട്ട്. പിന്നെ എൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, മൈൻഡ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ്. അതിൽ നല്ല സപ്പോർട്ടീവാണ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ചേട്ടനും അതിലുള്ള കൂട്ടുകാരും ഒക്കെ എന്നെ വളരെയധികം. ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ കൂടി എന്താ ഒരു സുഖമില്ലാത്ത പോലെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വേഗം ക്യാച്ച് ചെയ്യും എല്ലാ കാര്യങ്ങളും. അവരൊരുപാട് എന്നെ സഹായിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വീട്ടിലേക്ക്, അതായത് ഈ വീട്ടിലേക്ക് ഒരു പെണ്ണ് കടന്നു വരിക എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ഋഷികയും ഋഷികയുടെ ചേട്ടനും കൂടെ കണ്ടുപിടിച്ച വധുവായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ഋഷികയായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ? പഠിക്കുമ്പോൾ തൊട്ട് ഇവളായിട്ട് കോണ്ടാക്ട് ഉള്ള കാരണം വീട്ടിലേക്ക് ഇടയ്ക്ക് വരാറും അങ്ങനെയൊക്കെ ചെയ്യണ കാരണം അമ്മ അച്ഛനായിട്ടൊന്നും അങ്ങനെ പരിചയക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം കണ്ടിട്ട് തന്നെ ആയിരിക്കാം ചേട്ടൻ അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചതും. വെച്ചിട്ടുണ്ടെങ്കിൽ അറിയണ ഒരാള് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം അങ്ങനെ കല്യാണം കഴിക്കാൻ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഋഷികയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ്. കുറെ അമ്മമാരുടെ അടുത്ത് തന്നെയാണ് ഋഷിക. ലീലമ്മ അല്ലെ, 1 വർഷത്തോളമുള്ള പരിചയം. ഞങ്ങൾ വന്നിട്ടും 1 കൊല്ലമായിട്ടുള്ള. വന്ന അന്ന് തൊട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടാവുകയും ചെയ്തു. അവൾക്ക് ഒരു അമ്മയെ പോലെ തന്നെ. അമ്മേരെ ഒരു വിഷമം അവൾക്ക് അറിയുന്നില്ല. അമ്മ ഇല്ലെങ്കിലും ഞാനുണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്ന അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, കേൾക്കാൻ സുഖകരമെങ്കിലും. എങ്ങനെയാണ് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തു പോകാനുള്ള ആ ധൈര്യം കിട്ടിയത്? നിസ്സാരം. നമ്മളെ എപ്പോഴും നമ്മളെക്കാൾ മുകളിലുള്ളവരെ ചിന്തിക്കാണ്ടിരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ താഴെയുള്ളവരെ കൂടി നമ്മൾ ചിന്തിക്കണം. ചില സമയങ്ങളിൽ മുകളിൽ ചിന്തിക്കണം, എനിക്ക് നല്ലതായി തീരണം, നല്ല രീതിയിലാകണം. ആ സമയങ്ങളിൽ മുകളിലുള്ളവരെ ചിന്തിക്കാം. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയങ്ങൾ നമ്മൾ ചിന്തിക്കണം, ഇതിനും പറ്റാത്ത ആൾക്കാരില്ലേ, ഇഴഞ്ഞു പോകുന്നവരില്ലേ, തീരെ പറ്റാത്തവരില്ലേ, എന്തൊക്കെ കിടപ്പ് രോഗികളില്ലേ. ഇപ്പൊ ഞാൻ എണീറ്റിരിക്കുന്നെങ്കിലും ചെയ്യുന്നുണ്ട്. ഇനിയും ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ഫാക്ടറായിട്ട് മുന്നോട്ട് തന്നെ പോകാനായിട്ട് ഇനിയും സാധിക്കട്ടെ. താങ്ക് യു. തിരയേകും സന്തോഷത്തിൻ പുഴരിയുണർന്നു കർത്താവിന്റെ സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഉദ്ധാനത്തിൻ ആനന്ദത്താൽ വാനവലോകം ഹല്ലേലൂയ ഗീതം പാടി നാഥനെ വാഴ്ത്തി. മാലാഖമാർ പാടി ഹല്ലേലൂയ ഹല്ലേലൂയ, മാനവർ ഒന്നായി പാടി ഹല്ലേലൂയ ഹല്ലേലൂയ. കാണുമ്പോഴും അറിയുമ്പോഴും കൗതുകം വർദ്ധിച്ചേക്കാം, അടുത്തറിയാൻ ആഗ്രഹിച്ചേക്കാം. എങ്കിൽ എന്തിനു മടിക്കണം? ഋഷികയെ പോലെ നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു തവണയെങ്കിലും അടുത്തറിയാൻ ശ്രമിക്കുക. നമ്മൾ ഇനിയും കണ്ടുമുട്ടും അടുത്ത ആഴ്ച അടുത്ത അതിഥിയുമായി കനൽ വഴികളിൽ. ജീവിത നീഴൽ വഴികളിൽ നാദൻ ചൂടിയ മുൾക്കിരീടം എന്നും ജീവന്റെ ഹൃദയ വീതിയിൽ സാന്ത്വനമായി